ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. കാശി തമിഴ് സംഗമം 2ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെ ആഘോഷിക്കുന്നതും ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയത്തിന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതുമാണ് സംഗമമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. നാളെ 20,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ തടസ്സങ്ങളില്ലാതെ സമയബന്ധിതമായി ജനങ്ങളിൽ എത്തേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പാർലമെന്റ് മണ്ഡലമായ ഉത്തർപ്രദേശിലെ വാരണസിയിലെത്തിയ വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഗോവയിലെ 14 നഗരപ്രദേശങ്ങളിൽ വികസിത് സങ്കൽപ് യാത്രയുടെ പര്യടനം ഇന്ന് ആരംഭിച്ചു. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ ചൽബനോല, നരോൽ പഞ്ചായത്തുകളിലൂടെയും യാത്ര സഞ്ചരിച്ചു. ജനശ്രദ്ധ ആകർഷിച്ച് കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്ര പുരോഗമിക്കുന്നു. യാത്ര നാളെ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട്, വളപട്ടണം പഞ്ചായത്തുകളിലും കോട്ടയം ജില്ലയിലെ ചിറക്കടവ്, മണിമല ഗ്രാമപഞ്ചായത്തുകളിലും പര്യടനം നടത്തും. ആഗോളതലത്തിൽ തന്നെ സ്വാധീനശേഷിയുള്ള ബ്രാൻഡായി മെയ്ഡ് ഇൻ ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ സൂറത്ത് ഡയമണ്ട് ബോഴ്സ് രാജ്യത്തിന് സമർപ്പിച്ച ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന്റെ പ്രധാന ചർച്ചകൾ എല്ലാം തന്നെ ഇന്ത്യയെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാഷ്ട്രം ആദ്യം എന്ന സമീപനത്തോടെ പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തമാണ് അമൃതകാലത്ത് യുവാക്കളിൽ നിക്ഷിപ്തമായിട്ടുള്ളതെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥം ഉത്തർപ്രദേശിലെ ലക്നൌവിൽ സംഘടിപ്പിച്ച 2 ദിവസത്തെ അടൽ ഹെൽത്ത് ഫെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നാടിന്റെ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരാനാണ് നവകേരള സദസ്സിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നടന്ന ആറന്മുള മണ്ഡലം നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊല്ലം ജില്ലയിലെ നവകേരള സദസ്സ് നാളെ ആരംഭിക്കും. KSRTCക്ക് 71 കോടി രൂപ കൂടി ധനസഹായം അനുവദിച്ചതായി മന്ത്രി KN ബാലഗോപാൽ. പെൻഷൻ വിതരണത്തിനായാണ് തുക അനുവദിച്ചത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കേരളത്തിൽ കോവിഡ്-19 കേസുകൾ വർദ്ധിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നിലവിൽ സംസ്ഥാനത്ത് 1324 കോവിഡ് കേസുകളുണ്ട്. ഇത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. എന്നാൽ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ചാൻസലർക്കെതിരെയുള്ള SFIയുടെ ബാനറുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തുവന്നായിരുന്നു ഗവർണറുടെ നിർദ്ദേശം. സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ ചാൻസലർ കൂടിയായ ഗവർണർ താമസിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ മികച്ച 3 നിർമ്മിത ബുദ്ധി സ്റ്റാർട്ടപ്പുകളിൽ ഒന്നായി കേരളത്തിൽ നിന്നുള്ള ജെൻ റോബോട്ടിക്സ് തിരഞ്ഞെടുക്കപ്പെട്ടതായി സംസ്ഥാന വ്യവസായ മന്ത്രി P രാജീവ് സാമൂഹിക മാധ്യമ കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. റബ്ബറിന്റെ വില കൂട്ടണമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വീടുകളിൽ റെപ്കോ ഉത്പന്നങ്ങൾ വാങ്ങണമെന്ന ക്യാമ്പയിനും മുന്നോട്ട് വയ്ക്കണമെന്ന് സ്പീക്കർ AN ഷംസീർ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന റെപ്കോ ഉത്പന്നങ്ങളുടെ പ്രദർശന വിപണന മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. 117 റൺ വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 16.4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം നേടുകയായിരുന്നു. നേരത്തെ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക 116 റൺസിന് എല്ലാവരും പുറത്തായി. ലിബിയൻ തീരത്ത് അഭയാർത്ഥികൾ സഞ്ചരിച്ച ബോട്ട് മുങ്ങി 61 മരണം. ലിബിയൻ നഗരമായ സ്വാരയിൽ നിന്നും 86 യാത്രികരുമായി പുറപ്പെട്ട ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മരണമടഞ്ഞവരിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നു. കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ നിര്യാണത്തിൽ ഇന്ത്യയുടെ അനുശോചനം. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രധാനമന്ത്രിയുടെ പ്രത്യേക ദൂതനായി കുവൈറ്റ് സന്ദർശിച്ച് രാജ്യത്തിനു വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കും. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ എറണാകുളം ജില്ലയിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. അവധി ദിനവും ധനു 1-ാം തീയതിയും ആയതിനാൽ വലിയ തിരക്ക് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇന്ന് സന്നിധാനത്ത് ഭക്തജന തിരക്ക് താരതമ്യേന കുറവാണ്. പാലക്കാട് ചെർപ്പുളശ്ശേരി നഗരസഭയിലെ പുതിയ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം നാളെ ഉദ്ഘാടനം ചെയ്യും. വീരമംഗലം ഉങ്ങുംതറയിലാണ് കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പാലക്കാട് നെല്ലിയാമ്പതിയിൽ സാമ്പത്തിക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കുടുംബശ്രീ അംഗങ്ങളും സ്വയം സഹായ സംഘങ്ങളും സമ്മേളനത്തിൽ പങ്കെടുത്തു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.